ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ R15M വീഡിയോ ചെയ്തപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ക്യുക്ക് ഷിഫ്റ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതേപോലെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഈ ക്യുക്ക് ഷിഫ്റ്റർ എന്നൊരു ഡിവൈസ് ഇല്ലാത്ത വണ്ടിയിൽ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാനോ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനോ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനുള്ള ഉത്തരം ഞാൻ ഈ വീഡിയോ തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് സംസാരിക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ, ഈ സാധനം. അപ്പോൾ ഒരു ക്യുക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഗിയർ ലിവറിൽ വരുന്നൊരു സെൻസറാണ്. ഗിയർ ലിവറിൻ്റെ ഈ പോർഷനിലായിട്ട് വരുന്നൊരു സെൻസർ. ആ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഗിയർ ലിവറിൽ നമ്മളിങ്ങനെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കൂലേ, ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് സെൻസ് ചെയ്യും. ആ സെൻസർ സെൻസ് ചെയ്തിട്ട് നമ്മുടെ ത്രോട്ടിൽ കട്ട് ചെയ്യും. അത് പറഞ്ഞാൽ ECUലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. ECU നമ്മുടെ ത്രോട്ടിൽ ഓട്ടോമാറ്റിക്കായി കട്ട് ചെയ്യും. ഒരു കുറച്ച് മില്ലി സെക്കൻഡുകളിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് മില്ലി സെക്കൻഡിന് ആ ഒരു ത്രോട്ടിൽ കട്ട് ചെയ്യും. അപ്പോഴാണ് ആ അപ്പ് ഷിഫ്റ്റ് വരുന്നത്. അതേ സാധനം നമ്മൾ മാനുവലായി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിംഗ് ആയി. ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലേ ഉണ്ടല്ലോ ഗിയർ ലിവറിലത്തെ, ഈ ഒരു പ്ലേ നമ്മൾ എടുത്ത് കളയും. അതിനുശേഷം നമ്മൾ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ടായിരിക്കും ബ്ലിപ്പ് ചെയ്യുന്നത്. എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് വണ്ടിക്കോ വണ്ടിയുടെ ഗിയർ ബോക്സിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് എക്സ്പേർട്ടുകൾ ഇതിനെ പറയുന്നത്. ഈ ടെക്നിക്ക് ട്രാക്കിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ R15M വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചു, സാധാ വണ്ടിയിൽ നമ്മുടെ V3 ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കറിഞ്ഞിടത്തോളം V3 ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും V3 നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വണ്ടി ഓടിക്കുക ഗൈസ്. ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഉപയോഗം വരുന്നത് ട്രാക്കിലാണ് മെയിനായിട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം സേവ് ചെയ്തുകൊണ്ട്, കുറച്ച് മില്ലി സെക്കൻഡുകൾ സേവ് ചെയ്യുള്ളൂ, എന്നാൽ കൂടെ അതുവരെ ഒരു ലാപ്പിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ മില്ലി സെക്കൻഡ്സ് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ടപ്പ് 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 എന്ന് പറഞ്ഞ് അപ്പ് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ക്വിക്ക് ഷിഫ്റ്റർ. ദെൻ ഈ ക്ലച്ച്ലെസ് ആയിട്ടുള്ള അപ്പ് ഷിഫ്റ്റിങ്ങും അതേപോലെ തന്നെ അതിനെ നേരെ റിവേഴ്സായി ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. പക്ഷെ അത് ചിലപ്പോൾ വണ്ടിയുടെ ഗിയർ ബോക്സിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാലും ഐ എം നോട്ട് ഷുവർ, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ അത് എന്തിനു ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ വെച്ച് നിങ്ങളുടെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി. ദെൻ നിങ്ങൾക്ക് ആകുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ക്ലച്ച്ലെസ് ആയിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സിനെ ബാധിക്കാതിരിക്കാൻ. അത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ടോ ചെയ്യാൻ ഒരാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഞാൻ എങ്ങനെയാണ് ഈ ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റ് ചെയ്യുക എന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ആ ലെഫ്റ്റ് സൈഡ് ക്ലിപ്പ് ഓണിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ക്ലച്ച് വരുന്നത്. ഞാൻ ക്ലച്ച് പിടിക്കാതെ ആയിരിക്കും 3rd മുതൽ 6th വരെയുള്ള ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ആ ത്രോട്ടിൽ നമ്മൾ ഇന്നൊരു 8000+ RPM കയറുമ്പോൾ ഈ ഒരു ത്രോട്ടിൽ ഇങ്ങനെ ബ്ലിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഗിയർ ലിവറിലെ പ്ലേ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ത്രോട്ടിൽ ഇങ്ങനെ ബ്ലിപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 3rd അപ്പോൾ അതാണ് ഗൈസ് ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിംഗ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് പക്ക റേസ് ട്രാക്കിലാണ്. ഇത് വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും വരുത്തുന്നില്ല. നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ ക്ലച്ച് പിടിച്ച് ഗിയർ പൊന്തിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്യുന്നു.
അതാണ് ഇവിടുത്തെ മെയിൻ വ്യത്യാസം. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമൽ റോഡിൽ ഇതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സേഫായിട്ടൊരു ക്ലോസ്ഡ് റോഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും തിരക്കില്ലാത്ത റോഡോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മെയിനായിട്ട് ഈ ടെക്നിക്ക് നമുക്ക് ക്ലച്ച് ഒരു കംപ്ലൈൻറ്റ് വരുമ്പോഴോ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ റോഡിൽ റാഷ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളൊരു V3 ആണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ലാതെ നിങ്ങൾക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇത്രയും ഒരു ലൈറ്റ് ക്ലച്ച് ഫുള്ളുള്ള വണ്ടിയിൽ നിങ്ങളിത് ചെയ്യണമെന്ന് ടൂർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ക്ലച്ച് അത്രയും ലൈറ്റാണ്, കംഫർട്ടബിളാണ് ക്ലച്ച്. പിന്നെ ഈ വണ്ടി ടൂർ ചെയ്യുന്നത് വളരെ കുറവാണ്. 1000 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 പേരായിരിക്കും ചിലപ്പോൾ ഈ V3 കൊണ്ട് ടൂർ ചെയ്യുന്നത്. ഈ ഒരു ഗിയർ ലിവറിൻ്റെ പ്ലേ ഉണ്ടല്ലോ, ഈ സാധനം നമ്മൾ എടുത്ത് കളയുന്നു, ദെൻ ത്രോട്ടിൽ വെപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ അപ്പ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നത്. ഇതേ പ്രിൻസിപ്പിളാണ് ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ വർക്കിങ്ങിലും വരുന്നത്. അതൊരു ഇലക്ട്രോണിക്കായിട്ട് ECUലേക്ക് സിഗ്നൽ കൊടുത്തതിന് ശേഷം, ബേസിക്കലി അതൊരു സെൻസറാണ്, അത് ECUലേക്ക് സിഗ്നൽ കൊടുക്കുന്നു. ആ കുറച്ച് മില്ലി സെക്കൻഡുകളിലേക്ക് ത്രോട്ടിൽ കട്ട് ചെയ്യുന്നു, വീണ്ടും ത്രോട്ടിൽ ഓപ്പൺ ആവുന്നു. അങ്ങനെയാണ് ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മൾ മാനുവലായിട്ട് ത്രോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് ഗിയർ ലിവറിലത്തെ പ്ലേ എടുത്ത് കളയുമ്പോൾ അതൊരു മാനുവൽ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിംഗ് എന്നും വിളിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ക്ലച്ച്ലെസ് അപ്പ് ഷിഫ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഈ ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല മഴയാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിലും കാര്യങ്ങളെയൊക്കെ പേടിച്ചിട്ട്. സോ ട്രാവൽ വ്ളോഗ് ചെയ്യാനിരുന്ന് ഞാനാണിപ്പോൾ ചെറിയൊരു ഇൻഫർമേറ്റീവ് കണ്ടൻറ്റായി വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ വിത്ത് ലവ്, ടർബോ.